ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. നോമ്പൊക്കെ നല്ല ചൂടാണല്ലേ. എല്ലാവർക്കും റബ്ബ് ആരോഗ്യം ആഫിയത്തും ഒക്കെ തരട്ടെ കേട്ടോ. നോമ്പ് നോക്കാനും പിന്നെ നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കാനും ഒക്കെ അല്ലേ. ഇപ്പോൾ നമ്മുടെ സമൂഹത്ത് ഒരുപാട് അല്ലേ നമ്മൾ കേൾക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോരോ ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സങ്കടം തരുന്ന ഒരുപാട് ന്യൂസുകൾ. എന്തായാലും അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടി നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോയുമായി വന്നിട്ട് ഷോർട്സൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവരൊക്കെ കയറി കണ്ടു നോക്കണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗാണ്. വ്ളോഗെന്ന് പറയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു. അപ്പം തോന്നി എൻ്റെ കൂട്ടുകാരോടും കൂടി ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അത് കാടമുട്ട, അൽഫാം കാടമുട്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇനിയിപ്പോൾ നാട്ടിൽ വരുമ്പോഴല്ലേ, കോഴിക്കോട് ബീച്ചിലെ ഫേമസ് ഐറ്റം എന്നാണ് കേട്ടോ ഞാനിത് അറിഞ്ഞത്. അപ്പോൾ ഇൻഷാ നാട്ടിൽ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കിങ്ങനെ എന്താ പറയുക, പിടിച്ചു വെക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ. അപ്പോൾ ഇവിടെ കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ക്യാപ്സിക്കം, നമ്മുടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ക്യാപ്സിക്കം, ഓണിയൻ, സവാള, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ചപ്പ് പൊതീന, നമ്മുടെ ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഉപ്പ്, കട്ട തൈര്, പിന്നെ മസാലകളിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് സോയാ സോസും വേണം കേട്ടോ. അതും ചേർത്ത് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അതങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഇതിന് മുൻപ് തന്നെ ഞാൻ കാടമുട്ട ഉപ്പിട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ചാൽ നമുക്ക് പെട്ടെന്ന് തൊലി ഇളകിപ്പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ച് നോക്കണേ. പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ മുട്ട തട്ടി കൊടുത്തിട്ടുണ്ട്. മുട്ട തട്ടി കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടെടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം റോസ്റ്റ് ചെയ്യണം. ഈ ഒരു ടൈമിൽ കാടമുട്ട കാണാൻ നല്ല രസമുണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞു മുട്ടകളായ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണുന്ന അതേപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ചപ്പാത്തിയിലേക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് അത് ചപ്പാത്തി, പൊറോട്ട അതിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ദോശയ്ക്ക് വലിയ ടേസ്റ്റ് ഇല്ല. ഞാൻ തിന്ന് നോക്കി, ടേസ്റ്റ് ഇല്ലാത്തതല്ല, ദോശയ്ക്ക് വലിയൊരു മാച്ചില്ല, കോമ്പിനേഷൻ കുറവാട്ടോ. അങ്ങനെ നമ്മളിത് നല്ലോണം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമിലൊക്കെ നല്ലൊരു മണം, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നോമ്പ് നോറ്റിട്ടായിട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ലോണം, ഇത് കുറച്ചൊരു ലൂസിലാണല്ലോ അല്ലേ, കുറച്ചൊരു ഗ്രേവി ലൂസ് കൺസിസ്റ്റൻസിയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നല്ലോണം അങ്ങ് വറ്റി വരണം. അപ്പോൾ നമ്മൾ ചേർത്ത് നല്ലോണം ചെറിയ തീയിൽ നല്ലോണം വറ്റിച്ചെടുത്ത് ഈ മുട്ടയിലേക്ക് ഈ മസാല നല്ലോണം പിടിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ശരിക്കും നമ്മുടെ ചിക്കൻ അൽഫാമിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ചിക്കൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഈ ഒരു പാകത്തിലാട്ടോ ഇതാവേണ്ടത്. നല്ലോണം മുട്ടയിലേക്ക് ആ മസാല പിടിച്ചിട്ടുള്ള ഒരു പരുവത്തിലാവണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്, ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ചപ്പാത്തി, പൊറോട്ട എന്താണോ ഇഷ്ടം അതിൻ്റെ കൂടെ നിങ്ങൾക്കിത് കോമ്പിനേഷനായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയും, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, അത്രയും ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക്, എന്ത് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് ഒരുപാട് അപാകതകൾ എൻ്റെ ചാനലിനുണ്ട്. ഇൻഷാ അല്ലാ വരുന്ന വീഡിയോസിൽ ഞാനിത് ഓവർകം ചെയ്യട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.